ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ZBrush ആണ്. ZBrushൽ എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ 3D മോഡൽസ്, നമ്മൾ ചെയ്ത 3D മോഡൽസ് ZBrushലോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദ ക്യാൻവാസ് ഓഫ് ZBrush. ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫേസിൻ്റെ റൈറ്റ് ടോപ്പ് എൻഡിൽ പോവുക. അവിടെ നമുക്ക് ടൂൾ പാലറ്റ് കാണാൻ പറ്റും. ടൂൾ പാലറ്റിൽ പോയിട്ട് ഇമ്പോർട്ട് എടുക്കുക. ലോഡ് ടൂൾ എടുക്കരുത്. ലോഡ് ടൂൾ എടുത്താൽ നോർമലി പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കണ്ടു, നമുക്ക് വരുന്ന ലോഡ് ചെയ്യാൻ പറ്റുന്നത് ZTL എന്ന് പറയുന്ന ഫോമാറ്റിലുള്ള ഫയൽസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ZBrushൻ്റെ ഫയൽസ് ആയിരിക്കും. ZBrushൽ ചെയ്ത കാര്യങ്ങളുടെ ഫയൽസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഓപ്പൺ ആവുക. നമുക്ക് വേണ്ടത് OBJ ഫയൽസ് ആണ്. OBJ ഫയൽസ് ഇവിടെ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ല. സോ വാട്ട് വി ഡു, വി ഗോ ടു ഇമ്പോർട്ട്. ഇമ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആണ് 3D മോഡൽസ് നമുക്ക് കിട്ടുക. സോ ഞാനിപ്പം പോയിട്ട് 3D മോഡൽസ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് freehead.obj എന്നൊരു ഫയലുണ്ട്. സോ ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വരും, ദിസ് മെഷ് കണ്ടെയ്ൻസ് നോൺ സ്റ്റാൻഡേർഡ് പോളിഗൺസ് മോർ ദാൻ 4 sides. വുഡ് യു ലൈക്ക് ടു സ്പ്ലിറ്റ് ദീസ് പോളിഗൺസ് ടു സെറ്റ് ഓഫ് സിമെട്രിക്കൽ ട്രയാങ്കിൾസ് ഓർ ടു എ കോമ്പിനേഷൻ ഓഫ് ക്വാഡ്സ് ആൻഡ് ട്രയാങ്കിൾസ് എന്ന് വരും. താഴെ നമുക്ക് 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ക്വാഡ്സ് ആൻഡ് ട്രയാങ്കിൾസ് കമ്പാറ്റബിൾ വിത്ത് Z2 ആൻഡ് സിമെട്രിക്കൽ ട്രയാങ്കിൾസ് ഉള്ളി. അപ്പോൾ നമുക്കതിൽ ക്വാഡ്സ് ആൻഡ് ട്രയാങ്കിൾസ് സിംപ്ലി ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരും, ദ ഇമ്പോർട്ടഡ് മെഷ് കണ്ടെയ്ൻസ് അൺയൂസ്ഡ് വേർട്ടിസസ്. വുഡ് യു ലൈക്ക് ടു റിമൂവ് ഓൾ അൺയൂസ്ഡ് വേർട്ടിസസ് റെക്കമെൻഡ്? യെസ്, നോ, യെസ് കൊടുത്തേക്കുക. ആൻഡ് അഗെയിൻ നമുക്ക് മറ്റൊരു മെസ്സേജ് കാണാം, ദ ഇമ്പോർട്ടഡ് മെഷ് കണ്ടെയ്ൻസ് 1 അൺയൂസ്ഡ് 3D പോയിന്റ്സ് വേർട്ടിസസ് വിച്ച് ഹാവ് ബീൻ റിമൂവ്ഡ്. ഓക്കെ കൊടുത്തേക്കുക. ഓക്കെ, സോ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത പക്ഷേ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം ടൂൾ ബോക്സിൽ അല്ലെങ്കിൽ ടൂൾ പാലറ്റിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ലൈറ്റ് ബോക്സ് ടൂൾ എന്ന് കാണിക്കുന്ന താഴെയായിട്ട് സിലിണ്ടർ, പോളിമെഷ്, സിമ്പിൾ ബ്രഷ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഈ ഒരു ഫ്രീ ഹെഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഫയൽ. സോ ഞാൻ ഇവിടെ വന്നിട്ട് സിംപ്ലി ക്യാൻവാസിൽ അല്ലെങ്കിൽ വ്യൂ പോർട്ടിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ചുമ്മാ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക താഴോട്ട്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, കണ്ടോ? ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം നമുക്കതിനെ മൂവ് ചെയ്യണമെങ്കിലോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ പാൻ ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് മറ്റൊരു മോഡിലോട്ട് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ ഹിയർ ഇൻ ZBrush. സോ വാട്ട് വി ഡു, ഇവിടെ ഡ്രോ എന്നൊരു ഏരിയ ഉണ്ട്. ഡ്രോ എന്ന ഏരിയ കാണുന്നതിൻ്റെ ഐക്കൺ കാണുന്നതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് എഡിറ്റ് ഉണ്ട്. എഡിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ T പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇതാ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാണ്ട് ലെഫ്റ്റ് മൗസ് ബട്ടണാണ് ചെയ്യേണ്ടത്. ആൻഡ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ റൊട്ടേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഫ്രീ മോഡൽ എടുത്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇമ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുവാണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് എനിക്ക് വരുന്നില്ല ഓപ്ഷൻസ്. 1 at a time എന്നൊരു മോഡിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സോ ഞാനിപ്പോൾ മറ്റൊരു മോഡൽ ഇവിടെ OBJ ഫയൽ ഉണ്ടെന്ന് വിചാരിച്ചു. ആ OBJ ഫയൽ ഞാൻ ഇമ്പോർട്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടുത്തെ ഈ ഒരു OBJ ഫയൽ റീപ്ലേസ് ആവും. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ OBJ ഫയൽ റീപ്ലേസ് ആയിട്ട് മറ്റൊരു OBJ ഫയൽ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണ് അത് നടക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിതാ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പഠിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മെനുവിലോട്ട് പോവുക. നമുക്കിവിടെ മെനു കാണാം. മെനുവിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം Z പ്ലഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഉണ്ടോ? Z പ്ലഗിൻ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. Z പ്ലഗിനിൽ കണ്ടുപിടിക്കേണ്ട കാര്യം, പോകേണ്ട ഏരിയ സബ് ടൂൾ മാസ്റ്റർ എന്നൊരു ഏരിയ ഉണ്ട്. സബ് ടൂൾ മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പാലറ്റ് ഓപ്പൺ ആയി വരും. അതിൻ്റെ പാലറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മൾട്ടി അപ്പൻഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻസ്, മൾട്ടി അപ്പൻഡ് 3D ഫയൽസ് ടു കറൻറ്റ് ടൂൾ. ഇമ്പോർട്ടൻറ്റ് മെഷസ് വിൽ ബി ആഡഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സബ് ടൂൾ ലിസ്റ്റ്. എന്തായത് ഇമ്പോർട്ടൻറ്റ് മെഷസ് വിൽ ബി ആഡഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ സബ് ടൂൾ ലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് മൾട്ടി അപ്പൻഡിലൂടെ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫോമാറ്റ്സ് ZTL, OBJ, MASTL ആൻഡ് GoZ ഫയൽസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ക്ലിക്ക് ഓൺ മൾട്ടി അപ്പൻഡ് ബട്ടൺ. ക്ലിക്ക് ചെയ്തു. എനിക്കങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു OBJ ഫയൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ
ഞാനത് അവിടെ വെക്കുകയാണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. സോ അപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ട് നേരത്തെയുള്ള ലോഡ് വഴി ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്പോർട്ട് വഴി തന്നെ ചെയ്തുകൂടാന്ന് ചോദിച്ചാൽ, അവിടെ ഒരൊറ്റ ഫയൽ മാത്രമേ വൺ അറ്റ് എ ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സമയത്ത് ഒരു 3D മോഡൽ അല്ലെങ്കിൽ OBJ ഫയലിനെ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതിനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും മൾട്ടിപ്പിൾ മോഡൽസ് നമുക്ക്, മൾട്ടിപ്പിൾ OBJ ഫയൽസ് നമുക്ക് ഈ ഒരു ക്യാൻവാസിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പോർട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിലാണ് നമ്മൾ Z പ്ലഗിനിൽ പോയിട്ട് സബ് ടൂൾ മാസ്റ്ററിനകത്ത് വന്നിട്ട് മൾട്ടി അപ്പൻഡ് വഴി ചെയ്തത്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ആദ്യം ഇത് കൊണ്ടുവന്നിട്ട് രണ്ടാമത് സബ് ടൂൾ വഴി മറ്റ് ഐറ്റംസ് കൊണ്ടുവരുന്നതിന് പകരം ഒരുമിച്ച് ഒരു MT ക്യാൻവാസിലോട്ട് അല്ലെങ്കിൽ MT വ്യൂ പോർട്ടിലോട്ട് നമുക്ക് വേണ്ട എല്ലാ OBJ ഫയൽസും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നുകൂടായിരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവ് ഇതാണ്. നമുക്ക് ബേസിക്കലി ZBrushൻ്റെ ക്യാൻവാസിൽ അല്ലെങ്കിൽ വ്യൂ പോർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മോഡലെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു OBJ ഫയലെങ്കിലും ഉണ്ടായിരുന്നാൽ മാത്രമേ സബ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള 3D മോഡൽസ് അല്ലെങ്കിൽ OBJ ഫയൽസ് ഇതിൻ്റെ സബായിട്ട് അപ്പൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് MT ആയിട്ടുള്ള ഏരിയയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്നിനെയും പിന്നെ ബാക്കി സബ് ടൂൾസ് വെച്ചിട്ട് Z പ്ലഗിനിലുള്ള സബ് ടൂൾ മാസ്റ്റർ വെച്ചിട്ട് അപ്പൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കി 3D മോഡൽസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുന്ന 3D മോഡൽസ് എല്ലാം നമുക്ക് ഇവിടെ സബ് ടൂൾ എന്നുള്ള ഏരിയ കാണുന്നില്ലേ, അതിൻ്റെ താഴോട്ടായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇവിടെ ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ കാണുന്നുണ്ട്. അടുത്തത് വരുമ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വരും, കാണുന്നില്ലേ സ്റ്റാക്കായിട്ട് കിടക്കുന്നു. അടുത്ത് വരുമ്പോൾ ഈ ലിസ്റ്റ് വരും, അടുത്ത ഈ ലിസ്റ്റ് വരും. 3 OBJ ഫയൽ കൂടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ 3 OBJ ഫയൽ കൂടി ഇവിടെ കിട്ടിയേനെ, അതിലോട്ട് ഓട്ടോമാറ്റിക്കായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടിയേനെ. എന്നിട്ട് ഇവിടുന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോമാറ്റിക് പ്ലേസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്.